മന്ത്രി പി രാജീവിൻ്റെ തെരഞ്ഞെടുത്ത ലേഖനങ്ങളുടെ സമാഹാരം കൊച്ചിയിൽ പ്രകാശനം ചെയ്തു. CPIM PB അംഗം MA ബേബിയാണ് പുസ്തകം പ്രകാശനം നിർവഹിച്ചത്. പുസ്തക വിൽപ്പനയിലൂടെ ആദ്യ ദിനം ലഭിച്ച തുക വയനാടിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കഴിഞ്ഞ 1.5 പതിറ്റാണ്ടിനിടെ മന്ത്രി പി രാജീവ് നടത്തിയ പ്രസംഗങ്ങളിൽ നിന്നും എഴുതിയ ലേഖനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്തവ ക്രോഡീകരിച്ചാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. ഹരിതം ബുക്സ് പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൻ്റെ പ്രകാശനം കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ CPIM PB അംഗം MA ബേബി നിർവഹിച്ചു. സുനിൽ P ഇളയിടം ഏറ്റുവാങ്ങി. അനീതിക്കെതിരെ പോരാടുന്നവർക്ക് ഊർജം പകരുന്നതാണ് രാജീവിൻ്റെ ലേഖനങ്ങളെന്ന് MA ബേബി പറഞ്ഞു. ഈ വ്യത്യസ്തതകൾ ഈ രചനകളിലാകെ ഉണ്ടായിരിക്കെ തന്നെ ഇവ തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ട്. ആ പരസ്പര ബന്ധം അനീതികൾ നിറഞ്ഞ നമ്മുടെ സമൂഹത്തെ പുതുക്കിപ്പണിയാൻ വേണ്ടിയുള്ള സമരത്തിൽ പ്രയോജനപ്പെടണം. ആ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ചൂടും വെളിച്ചവും പകരണം എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഈ രചനയിലുള്ള ഈ ഗ്രന്ഥത്തിലുള്ള ഓരോ രചനയും അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നതാണ്. മാനവികത അപ്രത്യക്ഷമാകുമ്പോൾ സോഷ്യലിസത്തിൻ്റെയും മാർക്സിസത്തിൻ്റെയും പ്രസക്തി എന്താണ് എന്ന് ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കാനാണ് താൻ ശ്രമിച്ചതെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. എങ്ങനെ ക്യാപിറ്റലിസത്തിന് മനുഷ്യൻ്റെയും സമൂഹത്തിൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല, എങ്ങനെ അസമത്വം ശക്തിപ്പെടുന്നു, മാനവികത എങ്ങനെ അപ്രത്യക്ഷമാകുന്നു, ആ ഘട്ടത്തിൽ എന്താണൊരു ബദൽ. ഞാൻ ഈ വാർപ്പ് മാതൃകകളല്ല പിക്കറ്റി എന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ സോവിയറ്റ് മറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ സോഷ്യലിസത്തിൻ്റെ ആ ദർശനം, മാർക്സിസത്തിൻ്റെ ദർശനം അതെങ്ങനെ പ്രസക്തമാകുന്നു എന്ന് പിക്കറ്റി ഈ പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട്. അത് കുറെ കൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രസക്തമാണെന്ന് കരുതുന്നു. പ്രൊഫസർ MK സാനു, CN മോഹനൻ, മ്യൂസ് മേരി ജോർജ്, NE സുധീർ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രകാശന ചടങ്ങിനിടെ വിറ്റ 100 പുസ്തകങ്ങളുടെ തുക ചടങ്ങിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. പുസ്തക പ്രകാശന വേദിയിൽ വെച്ച് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ വിവിധ സ്ഥാപനങ്ങളും വ്യക്തികളും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ സംഭാവനകൾ മന്ത്രി പി രാജീവ് ഏറ്റുവാങ്ങി. കൈരളി ന്യൂസ്, കൊച്ചി.